പണ്ട് പണ്ട് ഒരു വലിയ കാടിനരികിലായി ഒരു കുറുക്കൻ താമസിച്ചിരുന്നു. ആഹാരം തേടി നടന്നിരുന്ന ആ കുറുക്കൻ ഒരു ദിവസം അറിയാതെ അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ചെന്നുപെട്ടു. അവിടെ കുറെ നായ്ക്കൾ കുറുക്കനെ കണ്ടുപിടിക്കുകയും അവനെ ഓടിക്കുകയും ചെയ്തു. നായ്ക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടുന്നതിനിടയിൽ കുറുക്കൻ ഒരു അലക്കുകാരന്റെ വീടിന്റെ മുറ്റത്തെത്തി. അവിടെ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ വെച്ചിരുന്ന നീല നിറം കലക്കിയ ഒരു വലിയ തൊട്ടിയുണ്ടായിരുന്നു. പേടിച്ചുപോയ കുറുക്കൻ നേരെ ആ തൊട്ടിയിലേക്ക് ചാടി. കുറച്ചു നേരം കഴിഞ്ഞ് നായ്ക്കളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ കുറുക്കൻ പുറത്തിറങ്ങി. അപ്പോഴതാ അത്ഭുതം! കുറുക്കൻ ആകെ നീല നിറമായി മാറിയിരിക്കുന്നു. കണ്ണാടിയിൽ നോക്കിയപ്പോൾ താൻ ഒരു പുതിയ മൃഗത്തെ പോലെ ഇരിക്കുന്നത് കണ്ട് കുറുക്കന് വലിയ സന്തോഷമായി. അവൻ ആവേശത്തോടെ തിരിച്ച് കാട്ടിലേക്ക് ഓടി. കാട്ടിലെ മൃഗങ്ങൾ ഈ നീല നിറത്തിലുള്ള വിചിത്ര ജീവിയെ കണ്ടപ്പോൾ ആകെ പേടിച്ചു. ആനയും സിംഹവും പുലിയും വരെ ഇതാരാണാവോ പുതിയൊരു മൃഗം എന്ന അത്ഭുതത്തോടെ നോക്കി നിന്നു. മൃഗങ്ങളുടെ പേടി കണ്ടപ്പോൾ കുറുക്കന് ഒരു ബുദ്ധി തോന്നി. അവൻ ഗൗരവത്തിൽ പറഞ്ഞു, നിങ്ങളെ എല്ലാവരെയും സംരക്ഷിക്കാൻ കാട്ടുമുത്തപ്പൻ അയച്ച രാജാവാണ് ഞാൻ. ഇനി മുതൽ ഞാൻ പറയുന്നതാണ് നിങ്ങൾ കേൾക്കേണ്ടത്. പാവം മൃഗങ്ങളെല്ലാം ഇത് വിശ്വസിച്ചു. സിംഹം കുറുക്കന്റെ കാവൽക്കാരനായി കടുവയും ആനയും അവന് ആഹാരം കൊണ്ടുവന്നു കൊടുത്തു. കുറുക്കൻ അങ്ങനെ സുഖമായി രാജാവിനെ പോലെ കാട്ടിൽ വാണു. തന്റെ വർഗത്തിൽപ്പെട്ട മറ്റു കുറുക്കന്മാരെ അവൻ അടുത്തുപോലും അടുപ്പിച്ചില്ല. ഒരു ദിവസം വൈകുന്നേരം ദൂരെയുള്ള കാട്ടിൽ നിന്നും കുറുക്കന്മാരുടെ ഒരു സംഘം ഊ എന്ന് നീട്ടി ഓരിയിടാൻ തുടങ്ങി. ഇത് കേട്ടപ്പോൾ നമ്മുടെ നീലക്കുറുക്കന് സന്തോഷമടക്കാൻ പറ്റിയില്ല. താൻ ഒരു രാജാവാണെന്ന കാര്യം അവൻ മറന്നുപോയി. അവൻ തല ഉയർത്തിപ്പിടിച്ച് ഉറക്കെ ഓരിയിട്ടു. കുറുക്കന്റെ ശബ്ദം കേട്ടതും സിംഹത്തിനും മറ്റു മൃഗങ്ങൾക്കും കാര്യം മനസ്സിലായി. ഇത് നമ്മുടെ പഴയ കുറുക്കൻ തന്നെയാണല്ലോ. എല്ലാ മൃഗങ്ങളും കൂടെ കുറുക്കനെ ആ കാട്ടിൽ നിന്നും പറത്തി. ഈ കഥയുടെ ഗുണപാഠം എന്തെന്ന് മനസ്സിലായോ? നമുക്കില്ലാത്ത കഴിവുണ്ടെന്ന് കാണിച്ച് അധികകാലം ആരെയും പറ്റിക്കാൻ കഴിയില്ല. സ്വന്തം സ്വഭാവം എപ്പോഴെങ്കിലും പുറത്തു വരും. അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ കഥ ഇഷ്ടമായോ? അടുത്ത ആഴ്ച മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.